ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടാ. അല്ല, എങ്ങോട്ടാ പോണ് ചാനയാ? ഏതമ്പലത്തേക്ക് അറിയോ? ഏതമ്പലത്തേക്കാ? ഞങ്ങൾ തറവാട്ടമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അമ്മയും ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അമ്മ ഇപ്പോൾ വരും. അപ്പം മഴയുടെ ഫ്ലോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന് വെച്ചത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോയത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ണീനായിട്ട്. അപ്പോൾ നമ്മൾ മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ജാനക്കുട്ടിയാണെങ്കിൽ കൈ പിടിക്കാൻ തീരെ സമ്മതിക്കണില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. വണ്ടികളൊക്കെ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോവല്ലേ. അപ്പോൾ വഴിയരികിലാണെങ്കിൽ ഞണ്ട് കിടക്കുന്നത് കണ്ടു കൂട്ടാം. അതിന് ജീവനൊന്നുമില്ല. പിന്നെ ഇന്നെല്ലാവരും 1-ാം തീയതി കൊണ്ട് തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ തറവാട്ടമ്പലത്തേക്കും അച്ഛൻ വേറെ 2 അമ്പലത്തേക്കുമാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ജാനക്കുട്ടിയോടാണെങ്കിൽ വേഗം നടക്കാൻ പറയണം കേട്ടോ. കാരണം മഴ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി റിസ്ക്കാണ് ഉണ്ണീനായിട്ട് പോകുന്നത്. അപ്പോൾ പല വീടുകളിലും മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം മഴക്കാലമാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വരില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിലോട്ടാണല്ലോ വന്നത്. അവിടം വരെ വന്നിട്ട് തിരിച്ച് പോരാന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ മുന്നോട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനക്കുട്ടീനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ എടുത്തു കേട്ടോ. എടുത്ത് നടക്കുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്, അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ഇത്തരം സ്ഥലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് പോവുക. കാരണം കുണ്ടും കുഴി എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പാടം ഉണ്ട്, അതുകൊണ്ട് തന്നെ കുളം അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയില്ല. കണ്ടില്ല, ഇത്രയും നനഞ്ഞിരിക്കുന്ന കേട്ടോ. അത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോയി തൊഴാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ നടക്കുക കേട്ടോ. അപ്പോൾ ജാനക്കുട്ടിക്കാണെങ്കിൽ എക്കട്ട് വരുന്നുണ്ട്. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത്തിപ്പഴം കണ്ടു കൂട്ടാം. അത്തിപ്പഴം എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും ഞങ്ങളുടെ ഹണിമൂണാണ് ഗൈസ്. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആർക്കും ഒന്നും കൊടുന്നില്ല. ഈ അത്തിപ്പഴം പറക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൂടെ ഞാൻ പറഞ്ഞു ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറ്റില്ല, എനിക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പകുതി ഭാഗത്ത് ആഴമില്ല, കുറച്ച് കഴിഞ്ഞാലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവൾ അത്രയും നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ അപ്പം ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കടന്ന് നടക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ കഴിഞ്ഞു, നമ്മൾ റോട്ടിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ചട്നിയാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഞാൻ വേഗം നടക്കാം, നിങ്ങൾ മെല്ലെ വായോ, ഞാൻ വാതിൽ തുറന്ന് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വേഗം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ജാനു ആണെങ്കിൽ തീരെ എരിവ് കൂട്ടാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ചട്നിയിൽ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ചട്നി തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ദോശയൊക്കെ കഴിക്കുകയാണ്. എനിക്ക് ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ കുടിക്കാൻ. അപ്പം ഞാൻ എക്സ്ട്രാ എന്തായാലും 2-3 ഗ്ലാസ്സൊക്കെ ഞാൻ കുടിക്കും കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ചായ കുടി കഴിഞ്ഞതും മഴ ഭയങ്കരമായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ.